ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സബ്ജക്റ്റിൽ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് ടോപ്പോളജി? ടോപ്പോളജി ഡിഫൈൻ ദി സ്ട്രക്ചർ ഓഫ് ദി നെറ്റ്വർക്ക്. എങ്ങനെയാണ് നെറ്റ്വർക്ക്സിലെ എല്ലാ കമ്പോണൻസും ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഹൗ ഓൾ ദി കമ്പോണൻസ് ആർ ഇന്റർ കണക്റ്റഡ് ടു ഈച്ച് അതർ. ഇനി ടു ടൈപ്സ് ഓഫ് ടോപ്പോളജി ആണ് വരുന്നത്, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ ടോപ്പോളജി. അപ്പോൾ എന്താണ് ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ? അതായത് ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ ദി നോഡ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഇനി ലോജിക്കൽ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈസ് എൻ കോൺസെപ്റ്റ് ഇൻ നെറ്റ്വർക്കിംഗ് ദാറ്റ് ഡിഫൈൻ ദി ആർക്കിടെക്ചർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഫോർ ഓൾ നോഡ്സ് ഇൻ എ നെറ്റ്വർക്ക്. അപ്പോൾ ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നെറ്റ്വർക്ക്സിൽ നോഡ്സ് എല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ലോജിക്കൽ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ആ കൺസെപ്റ്റ് ആണ് വരുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നോഡ്സ് നെറ്റ്വർക്ക്സിൽ വരുന്ന എല്ലാ നോഡ്സ് തമ്മിൽ പരസ്പരം എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ ടോപ്പോളജിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇനി വരുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ആണ്. എന്തൊക്കെയാണ് വരുന്നത്? ബസ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി ആൻഡ് ഹൈബ്രിഡ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ബസ് ടോപ്പോളജി ആണ്. അപ്പോൾ ബസ് ടോപ്പോളജിയിൽ എങ്ങനെയാണ് വരുന്നത്? എല്ലാ നോഡ്സും, നമുക്ക് സ്റ്റേഷൻസ് പറയാം, എല്ലാ നോഡ്സും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ടാണ്. അതിനെയാണ് ബാക്ക് ബോൺ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ബാക്ക് ബോൺ എന്ന് പറഞ്ഞ് കാണാം. അവിടെ എല്ലാ നോഡ്സും ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നോഡിന് വേറെ നോഡിലേക്ക് എന്ത് ചെയ്യണം, മെസ്സേജ് പാസ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അതായത് ഈ ഒരു നെറ്റ്വർക്കിലേക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് നെറ്റ്വർക്കിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, ആ കേബിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ നോഡ്സിലേക്കും എന്ത് ചെയ്യുന്നു, ആ മെസ്സേജ് പാസ് ചെയ്ത് പോവും. എല്ലാ നോഡ്സും അതിനെ റിസീവ് ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു നോഡിന് എ എന്ന് പറയുന്ന നോഡിന് ബി എന്ന് പറയുന്ന നോഡിലേക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ എന്ത് ചെയ്യാണ്, ഈ ഒരു സിംഗിൾ കേബിളുമായിട്ട് എല്ലാ നോഡ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ നോഡ്സിലേക്കും എന്ത് ചെയ്യുന്നു, ആ ഒരു എ എന്ന് പറയുന്ന നോഡിൻ്റെ മെസ്സേജ് എല്ലാത്തിലേക്കും പോവാണ്. ഓക്കെ, ബാക്കി വരുന്ന എല്ലാ നോഡ്സും അതിനെ റിസീവ് ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ബസ് ടോപ്പോളജിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബസ് ടോപ്പോളജിയിൽ എങ്ങനെയാണ് എല്ലാ സ്റ്റേഷൻസും കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ടാണ്. അതിനെയാണ് ബാക്ക് ബോൺ കേബിൾ എന്ന് പറയുന്നത്. ഈച്ച് നോഡ് ഈസ് എയ്തർ കണക്റ്റഡ് ടു ദി ബാക്ക് ബോൺ കേബിൾ ബൈ ഡ്രോപ്പ് കേബിൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ബാക്ക് ബോൺ കേബിളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു നോഡിന് എന്ത് ചെയ്യണം, മെസ്സേജ് സെൻഡ് ചെയ്യണം. അപ്പം അങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, a node want to send a message over the network, it put message over the network. Okay, all the station available in the network will receive the message whether it has been addressed or not. ഈ ബസ് ടോപ്പോളജി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് 802.3 എതർനെറ്റ് ആൻഡ് 802.4 സ്റ്റാൻഡേർഡ് നെറ്റ്വർക്ക്സ്. മറ്റു ടോപ്പോളജീസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബസ് ടോപ്പോളജി കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിമിലർ ആണ്. ഓക്കെ, ദി ബാക്ക് ബോൺ കേബിൾ ഈസ് കൺസിഡർഡ് ആസ് സിംഗിൾ ലൈൻ. എന്തുകൊണ്ടാണ്? കാരണം മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേഷൻസിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ് അല്ലേ. ദി മോസ്റ്റ് കോമൺ ആക്സസ് മെത്തേഡ് ഓഫ് ബസ് ടോപ്പോളജി CSMA. എന്താണ് CSMA എന്ന് പറഞ്ഞാൽ? കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ്. CSMA എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ മെത്തേഡ് ആണ്. യൂസ് ചെയ്യുന്നത് ഡാറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് മെയിൻറ്റെയിൻഡ്. ഇപ്പോൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഡാറ്റ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരിക്കലും ലോസ്റ്റ് ആവാനായിട്ട് പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദി പാക്കറ്റ്സ് ഡു നോട്ട് ഗെറ്റ് ലോസ്റ്റ്. There are two alternative ways of handling the problems that occur when two nodes send the message simultaneously. എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് കൊളീഷൻ ഡിറ്റക്ഷൻ ആണ്. പിന്നെ വരുന്നത് കൊളീഷൻ അവോയ്ഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് CSMA CD, അതായത് കൊളീഷൻ ഡിറ്റക്ഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊളീഷൻ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എപ്പോഴെങ്കിലും, അതായത് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഇപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡർ എന്ത് ചെയ്യാണ്, അതായത് ഈ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ദി സെൻഡർ വിൽ സ്റ്റോപ്പ് ട്രാൻസ്മിറ്റിംഗ് ദി ഡാറ്റ. ദെർഫോർ ഇറ്റ് വർക്ക്സ് ഓൺ റിക്കവറി ആഫ്റ്റർ ദി കൊളീഷൻ. ഇനി വരുന്നത് CSMA CA, അതായത് കൊളീഷൻ അവോയ്ഡൻസ്. ഒരിക്കലും കൊളീഷൻ വരാൻ പാടില്ല. നേരത്തെ പറഞ്ഞത് കൊളീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു റിക്കവറി. ഓക്കെ,
ഇനി ഇവിടെ വരുന്നത് കൊളീഷൻ അവോയ്ഡൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യണത്? അതായത് ഈ ഒരു മീഡിയ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബിസി ആണോ അല്ലയോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ബിസി ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യും. ഓക്കെ, സെൻറ്റർ വെയിറ്റ് അണ്ടിൽ മീഡിയ ബിക്കം ഐഡിയൽ. ഓക്കെ, ദെൻ ഐഡിയൽ ആയി കഴിഞ്ഞാൽ സെൻറ്റർ എന്ത് ചെയ്യുന്നു? ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ദിസ് ടെക്നിക് എഫക്റ്റീവ്ലി റിഡ്യൂസസ് ദി പോസിബിലിറ്റി ഓഫ് ദി കൊളീഷൻ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? അതായത് നേരത്തെ പറഞ്ഞ കൊളീഷൻ ഡിറ്റക്ഷൻ അല്ലേ, അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഓൺ റിക്കവറി ആഫ്റ്റർ ദി കൊളീഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ബെസ്റ്റ് ടോപ്പോളജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലോ കോസ്റ്റ് കേബിൾ ആണ്. അപ്പോൾ ഇവിടെ നോട്ട്സ് എല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് കേബിളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, അതായത് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ലോ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മോഡറേറ്റ് ഡാറ്റ സ്പീഡ്. ഇവിടെ കൊയാക്സിയൽ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ coaxial or twisted pair cables are mainly used in bus-based network that support up to 10 Mbps. Okay. ഇനി ഫെമിലിയർ ടെക്നോളജി, ഒരു ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് ഫെമിലിയർ ടെക്നോളജി ആണ്. ആസ് ദ ഇൻസ്റ്റാളേഷൻ ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക് ആസ് വെൽ നോൺ ആൻഡ് ഹാർഡ്വെയർ കമ്പോണൻസ് ആർ ഈസിലി അവൈലബിൾ. ഇനി വരുന്നത് ലിമിറ്റഡ് ഫെയിലിയർ ആണ്. അതായത് ഏതെങ്കിലും ഒരു നോഡ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു നോഡ്സിനെയും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഡിസഡ്വാൻറ്റേജ് ഓഫ് ബെസ്റ്റ് ടോപ്പോളജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്റ്റെൻസീവ് കേബിളിംഗ് ആണ്. അതായത് നെറ്റ്വർക്ക്സിലേക്ക് നോഡ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? അതായത് സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കേബിൾ അവിടെ കൂടുതലായിട്ടും ആവശ്യമായിട്ട് വരികയാണ്. എ ബെസ്റ്റ് ടോപ്പോളജി ഈസ് ക്വൈറ്റ് സിംപ്ലർ ബട്ട് സ്റ്റിൽ ഇറ്റ് റിക്വയർ എ ലോട്ട് ഓഫ് കേബിളിംഗ്. ഇനി വരുന്നത് ഡിഫിക്കൽട്ട് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് നേരത്തെ പറഞ്ഞു ഒരു നോഡിന് എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ വരുന്ന ബാക്കി ഒരു നോഡിനെയും അത് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ കേബിളിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ നോഡ്സിൻ്റെയും കമ്മ്യൂണിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇറ്റ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് എക്യുപ്മെൻറ്റ് ടു ഡിറ്റർമിൻ ദി കേബിൾ ഫോൾട്ട്. ഇഫ് എനി ഫോൾട്ട് ഒക്കേഴ്സ് ഇൻ ദി കേബിൾ ദെൻ ഇറ്റ് വുഡ് ഡിസ്ട്രപ്റ്റ് ദി കമ്മ്യൂണിക്കേഷൻ ഫോർ ഓൾ ദി നോഡ്സ്. ഇനി വരുന്നത് സിഗ്നൽ ഇൻ്റർഫറൻസ് ആണ്. അതായത് രണ്ട് നോഡ്സും സൈമിൾട്ടേനിയസ്ലായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നോഡ്സ് തമ്മിൽ കൊളൈഡ് ആവാണ്. ഓക്കെ, then signals of both the nodes collide with each other. ഇനി വരുന്നത് റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ട് ആണ്. അതായത് നെറ്റ്വർക്ക്സിലേക്ക് പുതിയ നോഡ്സിനെ, അതായത് ഡിവൈസുകളെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഫുൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അവിടെ സ്ലോ ആവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് അറ്റന്യൂവേഷൻ ആണ്. അറ്റന്യൂവേഷൻ ഈസ് ആൻ ലോസ് ഓഫ് സിഗ്നൽ ലീഡ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. റിപ്പീറ്റേഴ്സ് ആർ യൂസ് ടു റീജനറേറ്റ് ദി സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബെസ്റ്റ് ടോപ്പോളജിയിൽ വരുന്ന അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. ഇനി നെക്സ്റ്റ് വരുന്നത് റിംഗ് ടോപ്പോളജി ആണ്. അപ്പോൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ടോപ്പോളജി പോലെ തന്നെ, പക്ഷേ ബെസ്റ്റ് ടോപ്പോളജിയിൽ എങ്ങനെയായിരുന്നു? അതായത് ഒരു സിംഗിൾ കേബിളിലേക്കാണ് എല്ലാ നോഡ്സും കണക്ട് ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ റിംഗ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു നോഡ് അതിൻ്റെ അടുത്ത നോഡ്സായിട്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് കണക്റ്റഡ് എൻഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഡാറ്റ പാസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ വരുന്നത്? ഒരു യൂണി ഡയറക്ഷനിലായിട്ടാണ് വരുന്നത്. അതായത് ഒരു സിംഗിൾ ലൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഡാറ്റ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഒരു എൻലെസ് ലൂപ്പാണ് വരുന്നത്. ഒരു ടെർമിനേഷൻ പോയിന്റ് ഒന്നും ഇവിടെ വരുന്നില്ല റിംഗ് ടോപ്പോളജിയിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ റിംഗ് ടോപ്പോളജി ഈസ് ലൈക്ക് എ ബെസ്റ്റ് ടോപ്പോളജി ബട്ട് വിത്ത് കണക്റ്റഡ് എൻഡ്സ്. പിന്നെ എങ്ങനെയാണ് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത്? ദി നോഡ് ദാറ്റ് റിസീവ് ദി മെസ്സേജ് ഫ്രം ദി പ്രീവിയസ് കമ്പ്യൂട്ടർ വിൽ റീട്രാൻസ്മിറ്റിംഗ് ടു ദി നെക്സ്റ്റ് നോഡ്. ഓക്കെ, അപ്പോൾ ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് വൺ ഡയറക്ഷനിലാണ്, യൂണി ഡയറക്ഷനിലാണ് സംഭവിക്കുന്നത്. അതുപോലെ സിംഗിൾ ലൂപ്പിൽ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാണ്? ഡാറ്റ ഫ്ലോ ചെയ്യാണ്. ഓക്കെ, നോൺ ആസ് ആൻ എൻഡ്ലെസ് ലൂപ്പ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടെർമിനേഷൻ എൻഡ്സ്, ഒരു ടെർമിനേഷൻ പോയിന്റ് ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. ഈച്ച് നോഡ് ഈസ് കണക്റ്റഡ് ടു അതർ നോഡ് ആൻഡ് ഹാവിംഗ് നോ ടെർമിനേഷൻ പോയിന്റ്. ഓക്കെ, ദി ഡാറ്റ ഇൻ എ റിംഗ് ടോപ്പോളജി ഫ്ലോ ഇൻ എൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ വരുന്ന മോസ്റ്റ് കോമൺ ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത് ടോക്കൺ പാസിംഗ് ആണ്. എന്താണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ഫ്രെയിം ആണ്, ഡാറ്റയാണ്. ഓക്കെ, ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഫ്രെയിം ദാറ്റ് സർക്കുലേറ്റ് അറൌണ്ട് ദി നെറ്റ്വർക്ക്. ഇവിടെ ടോക്കൺ പാസിംഗ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ആക്സസ് മെത്തേഡ് ഇൻ വിച്ച് ടോക്കൺ ഈസ് പാസ്ഡ് ഫ്രം വൺ നോഡ് ടു അനദർ നോഡ്. ഓക്കെ, ഇനി വരുന്നത് വർക്കിംഗ് ഓഫ് ടോക്കൺ പാസിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഡാറ്റ ഫ്രെയിം ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്?
A token moves around the network and it is passed from computer to computer until it reaches the destination. അപ്പോൾ ഈ ഒരു ടോക്കണിൽ, അതായത് ആ ഒരു ഫ്രെയിമിൽ ഡാറ്റ മാത്രമല്ല, ഏത് സിസ്റ്റത്തിലേക്കാണ്, ഏത് കമ്പ്യൂട്ടറിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഈ ടോക്കണിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദി സെൻഡർ മോഡിഫൈ ദി ടോക്കൺ ബൈ പുട്ടിംഗ് ദി അഡ്രസ് അലോങ് വിത്ത് ദി ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡിവൈസിന് മറ്റൊരു ഡിവൈസിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും until the destination address matches. ഓക്കെ, ഇനി ഡെസ്റ്റിനേഷൻ അഡ്രസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ആ ഒരു ടോക്കൺ അല്ലെ, ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഡിവൈസ് എന്ത് ചെയ്തു, റിസീവ് ചെയ്തിട്ട് തിരിച്ച് സെൻറ്ററിലേക്ക് ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യണം. അതായത് എനിക്ക് കിട്ടി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ട് അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇൻ എ റിംഗ് ടോപ്പോളജി എ ടോക്കൺ ഈസ് യൂസ്ഡ് ആസ് എ കാരിയർ. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജ് ഓഫ് റിംഗ് ടോപ്പോളജി ആണ്. അതിലെന്താ ഫസ്റ്റ് വരുന്നത്, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്. അതായത് ഫോൾട്ടി ഡിവൈസ് ഒക്കെ നെറ്റ്വർക്കിൽ നിന്ന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ബ്രിങ്ങിങ് ദി നെറ്റ്വർക്ക് ഡൗൺ. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ആണ്. ഇവിടെ മെനി ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടൂൾസ് വരുന്നുണ്ട് ഫോർ നെറ്റ്വർക്ക് ഓപ്പറേഷൻ ആൻഡ് മോണിറ്ററിംഗ് ആർ അവൈലബിൾ. ഇനി ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ഈസിലി അവൈലബിളും ആണ്. ദെർഫോർ ദി ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ഈസ് വെരി ലോ. ഇനി വരുന്നത് റിലയബിൾ ആണ്. It is more reliable network because the communication system is not depend on single host computer. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസഡ്വാൻറ്റേജ് ഓഫ് റിംഗ് ടോപ്പോളജി ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിഫിക്കൽട്ട് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് എക്യുപ്മെൻറ്റ് ഒക്കെ വേണ്ടി വരികയാണ്, അതായത് കേബിൾ ഫോൾട്ട്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, കേബിളിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അതായത് എല്ലാ നോട്ട്സിൻ്റെയും ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഡിസ്റ്റർബ്ഡ് ആവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫെയിലിയർ. അതായത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഫുൾ ഓവറോൾ നെറ്റ്വർക്ക് തന്നെ ഫുൾ ഫെയിലിയർ ആയി പോകും. ഓക്കെ, ദി ബ്രേക്ക് ഡൗൺ ഇൻ വൺ സ്റ്റേഷൻ ലീഡ് ടു ദി ഫെയിലിയർ ഓഫ് ദി ഓവറോൾ നെറ്റ്വർക്ക്. ഇനി വരുന്നത് റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ട്. അതായത് നെറ്റ്വർക്കിലേക്ക് പുതിയ ഡിവൈസുകൾ, ന്യൂ ഡിവൈസസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ആവാണ്. ഇനി വരുന്നത് ഡിലേ ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഡിലേ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് നോട്ട്സ്. അപ്പോൾ പുതിയ നോട്ട്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ഡിലേ ഇൻക്രീസ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ ടോപ്പോളജി ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ നോട്ട്സും ഒരു സെൻട്രൽ ഹബിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻട്രൽ ഹബ് എന്ന് പറഞ്ഞാൽ ശരിക്കും സെർവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ നോട്ട്സ് എന്ന് പറയുന്നത് ക്ലയൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. So, star topology is an arrangement of the network in which every node is connected to the central hub switch or central computer. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ സെർവർ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന പെരിഫറൽ ഡിവൈസ് എന്ന് പറയുന്നത് സെർവറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ദി പെരിഫറൽ ഡിവൈസസ് അറ്റാച്ച് ടു ദി സെർവർ ആർ നോൺ ആസ് ക്ലയൻറ്റ്സ്. ഇനി കോയാക്സിൽ കേബിൾസ് അല്ലെങ്കിൽ RJ45 കേബിൾസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഴ്സ് എല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. Then hubs or switches are mainly used as connection devices in a physical star topology. Okay, star topology is the most popular topology in network implementation. Okay, ഇനി വരുന്ന അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാർ ടോപ്പോളജി ആണ്. എഫിഷ്യൻറ്റ് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് ബെസ്റ്റ് ടോപ്പോളജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രബിൾ ഷൂട്ടിംഗ് ഈസ് ക്വൈറ്റ് എഫിഷ്യൻറ്റ് ഇൻ എൻ സ്റ്റാർ ടോപ്പോളജി. എന്തുകൊണ്ടാണ്, അതായത് ബെസ്റ്റ് ടോപ്പോളജിയിൽ ഒരു സിംഗിൾ കേബിൾ യൂസ് ചെയ്തിട്ടാണ് എല്ലാ നോട്ട്സിനും കണക്ട് ചെയ്യുന്നത് അല്ലേ. സോ in a best topology, the manager has to inspect the kilometers of cable. പക്ഷേ സ്റ്റാർ ടോപ്പോളജി ആണെങ്കിൽ എല്ലാ സ്റ്റേഷൻസും ഒരു സെൻട്രലൈസ് നെറ്റ്വർക്കിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു ഗോ ടു ദി സിംഗിൾ സ്റ്റേഷൻ ടു ട്രബിൾ ഷൂട്ട് ദി പ്രോബ്ലം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നെറ്റ്വർക്ക് കൺട്രോൾ ആണ്. കോംപ്ലക്സ് നെറ്റ്വർക്ക് കൺട്രോൾ ഫീച്ചേഴ്സ് ക്യാൻ ബി ഈസിലി ഇംപ്ലിമെൻറ്റഡ് ഇൻ എൻ സ്റ്റാർ ടോപ്പോളജി. അതായത് സ്റ്റാർ ടോപ്പോളജിയിൽ എന്ത് ചേഞ്ചസ് നമുക്ക് വരുത്താനായിട്ട് പറ്റും. Any changes made in the star topology are automatically accommodated. ഇനി വരുന്നത് ലിമിറ്റഡ് ഫെയിലിയർ ആണ്. അതായത് ഒരു സിംഗിൾ സ്റ്റേഷനിലേക്ക് നോട്ട്സ് എല്ലാം തന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓൺ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കേബിളിന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പോലും ആ ഒരു എൻറ്റയർ നെറ്റ്വർക്കിന് അത് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി വരുന്നത് ഫെമിലിയർ ടെക്നോളജി. സ്റ്റാർ ടോപ്പോളജി ഈസ് ആൻ ഫെമിലിയർ ടെക്നോളജി ആസ് ഇറ്റ്സ് ടൂൾസ് ആർ കോസ്റ്റ് ഇഫക്റ്റീവ്. ഇനി വരുന്ന നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസിലി എക്സ്പാൻഡബിൾ. അതായത് പുതിയ
നോട്ട്സിനെല്ലാം തന്നെ ഹബിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. It is easily expandable as new stations can be added to the open ports on the hub. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഇവിടെ കോയാക്സിയൽ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്, ഹൈ ഡാറ്റ സ്പീഡ് ആണ്. ഓക്കെ, ഇനി വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാർ ടോപ്പേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവിടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ആ ഒരു സെൻട്രൽ ഹബ്ബാണ് അല്ലേ. ആ ഒരു സെൻട്രൽ പോയിന്റ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, സെൻട്രൽ ഹബ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ സംഭവിക്കും, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നോട്ട്സിനൊന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Then all the connected nodes will not be able to communicate with each other. ഇനി cable, sometimes cable routing become difficult when a significant amount of routing is required. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രീ ടോപ്പോളജി ആണ്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഹയറാർക്കിക്കൽ ഫാഷനിലാണ് ശരിക്കും നോട്ട്സ് എല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. ട്രീ ടോപ്പോളജിയിൽ ബെസ്റ്റ് ടോപ്പോളജിയുടെയും സ്റ്റാർ ടോപ്പോളജിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ തിയറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ട്രീ ടോപ്പോളജിയിലെ ടോപ്പ് മോസ്റ്റ് നോഡിനെയാണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന എല്ലാ നോഡ്സിനെയും പറയുന്നത് എന്താണ്, ഡിസെൻഡൻസ് ഓഫ് ദി റൂട്ട് നോഡ്. ഓക്കെ, അപ്പോൾ ശരിക്കും രണ്ട് നോഡ്സ് തമ്മിൽ അവിടുത്തെ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദസ് ഇറ്റ് ഫോം എ പാരന്റ് ചൈൽഡ് ഹയറാർക്കി. ദെൻ ഇനി വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ട്രീ ടോപ്പോളജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് സപ്പോർട്ട് ഫോർ ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ. ട്രീ ടോപ്പോളജി ഈസ് മെയിൻലി യൂസ് ടു പ്രൊവൈഡ് ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ. എന്താണ് ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ, അതായത് സിഗ്നൽസ് ലോങ് ഡിസ്റ്റൻസിലേക്ക് സെൻഡ് ചെയ്യുക വിത്തൗട്ട് ബീങ് അറ്റനുവേറ്റഡ്. എന്താണ് വിത്തൗട്ട് ബീങ് അറ്റനുവേറ്റഡ് എന്ന് പറഞ്ഞാൽ, അതായത് സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് ഒരിക്കലും ലോസ് ആവാനായിട്ട് പാടില്ല. ഓക്കെ, ഈസിലി എക്സ്പാൻഡബിൾ, അതായത് ന്യൂ ഡിവൈസസിനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. Therefore, we can say that tree topology is easily expandable. ഇനി വരുന്നത് easily manageable. In tree topology, the all network is divided into segments. അതിനെയാണ് സ്റ്റാർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്, which can be easily managed and maintained. Error detection. Error detection and error correction are very easy in a tree topology. Limited failure. The breakdown in one station does not affect the entire network. ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്കിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി വരുന്നത് പോയിന്റ് ടു പോയിന്റ് വയറിംഗ് ആണ്. ഇറ്റ് ഹാസ് പോയിന്റ് ടു പോയിന്റ് വയറിംഗ് ഫോർ ഇൻഡിവിജ്വൽ സെഗ്മെന്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രീ ടോപ്പോളജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഡിഫിക്കൽട്ട് ട്രബിൾ ഷൂട്ടിംഗ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നോഡ് ഫോൾട്ട് ആയി കഴിഞ്ഞാൽ തന്നെ ആ പ്രോബ്ലം ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇനി വരുന്ന ഹൈ കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ഡിവൈസസിന് എങ്ങനെയായിരിക്കും, ഹൈ കോസ്റ്റ്ലി ആണ്. ഓക്കെ, ഡിവൈസസ് റിക്വയർഡ് ഫോർ ബ്രോഡ്ബാൻഡ് ട്രാൻസ്മിഷൻ ആർ വെരി കോസ്റ്റ്ലി. ഫെയിലിയർ, അതായത് ഈ ഒരു ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താ, ഒരു മെയിൻ ബസ് കേബിൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മെയിൻ ബസ് കേബിൾ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ നെറ്റ്വർക്ക് അവിടെ ഡാമേജ് ആവാണ്. ഓക്കെ, ഇനി വരുന്നത് റീകോൺഫിഗറേഷൻ ഡിഫിക്കൽട്ട്. അതായത് പുതിയ ഡിവൈസസ് ആഡ് ചെയ്യുമ്പോൾ റീകോൺഫിഗർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരികയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് മെഷ് ടോപ്പോളജി ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് എല്ലാം തന്നെ ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്നത് റിഡൻഡന്റ് കണക്ഷൻ വഴിയാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മൾട്ടിപ്പിൾ പാത്ത് പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു സെൻട്രൽ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് അങ്ങനെയൊന്നും തന്നെ വരുന്നില്ല. ഈ ഒരു മെഷ് ടോപ്പോളജിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഇന്റർനെറ്റ്. ഓക്കെ, ദി ഇന്റർനെറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മെഷ് ടോപ്പോളജി. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. Mesh topology is mainly used for WAN implementations where communication failure are a critical concern. Mesh topology is mainly used for wireless network. Mesh topology can be found by using the formula. അതായത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് നോഡ്സ് ദാറ്റ് റെപ്രസെന്റ് ദി നെറ്റ്വർക്ക്. Then ഇനി വരുന്നത് മെഷ് ടോപ്പോളജി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 categories. ഫസ്റ്റ് വരുന്നത് ഫുള്ളി കണക്റ്റഡ് മെഷ് ടോപ്പോളജി, ദെൻ പാർഷ്യലി കണക്റ്റഡ് മെഷ് ടോപ്പോളജി. അപ്പോൾ എന്താണ് ഫുൾ മെഷ് ടോപ്പോളജി അല്ലെങ്കിൽ ഫുള്ളി കണക്റ്റഡ് മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടർ എല്ലാം തന്നെ നെറ്റ്വർക്കിൽ വരുന്ന ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ഓൾ ദി കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ഇൻ ദി നെറ്റ്വർക്ക്. ഇനി പാർഷ്യലി കണക്റ്റഡ് മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടേഴ്സായിട്ടും നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സായിട്ടും കണക്ഷൻ ഉണ്ടാവില്ല. അതായിട്ട് എപ്പോഴും
ഫ്രീക്വൻ്റ്ലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റമായിട്ട് മാത്രമാണ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന അഡ്വാൻറ്റേജ് ഓഫ് മെഷ് ടോപ്പോളജി ആണ് റിലയബിൾ. അതായത് ഏതെങ്കിലും ഒരു ലിങ്ക് ബ്രേക്ക് ഡൗൺ ആയാൽ പോലും ആ ഒരു കമ്പ്യൂട്ടേഴ്സ് ആയുള്ള കമ്മ്യൂണിക്കേഷൻ അതിനൊന്നും തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. വിൽ നോട്ട് എഫക്ട് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ്. ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഈസിയർ റീകോൺഫിഗറേഷൻ. അതായത് പുതിയ ഡിവൈസുകൾ എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വുഡ് നോട്ട് ഡിസ്റ്റർബ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അതർ ഡിവൈസസ്. ഇനി വരുന്ന ഡിസഡ്വാൻറ്റേജ് ഓഫ് മെഷ് ടോപ്പോളജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കോസ്റ്റ് ആണ്. ഈ ഒരു മെഷ് ടോപ്പോളജിയിൽ ലാർജ് നമ്പർ ഓഫ് കണക്റ്റഡ് ഡിവൈസസ്, അതായത് റൂട്ടർ, അതുപോലെ തന്നെ മറ്റു ടോപ്പോളജീസ് നോക്കുകയാണെങ്കിൽ മോർ ട്രാൻസ്മിഷൻ മീഡിയ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, ഇനി മെഷ് ടോപ്പോളജി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വെരി ലാർജ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ ആൻഡ് മാനേജ്. ഇഫ് ദി നെറ്റ്വർക്ക് ഈസ് നോട്ട് മോണിറ്റേഡ് കെയർഫുള്ളി, എന്ത് സംഭവിക്കും, അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അതിനെ മോണിറ്റർ ചെയ്യണം. എഫിഷ്യൻസി, ഇൻ ദിസ് ടോപ്പോളജി റിഡൻഡന്റ് കണക്ഷൻസ് ആർ ഹൈ, ദാറ്റ് റെഡ്യൂസസ് ദി എഫിഷ്യൻസി ഓഫ് ദി നെറ്റ്വർക്ക്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈബ്രിഡ് ടോപ്പോളജി ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വേരിയസ് ടോപ്പോളജീസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, so the combination of various different topologies known as hybrid topology. A hybrid topology is a connection between different links and nodes to transfer the data. അപ്പോൾ ഡിഫറെൻറ്റ് ടോപ്പോളജീസ് തമ്മിലുള്ള കോമ്പിനേഷൻ അതിനെയാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. അല്ലാതെ സിമിലർ ടോപ്പോളജീസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയല്ല ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, when two or more different topology are combined together is termed as hybrid topology, and if similar topology are connected with each other will not result in hybrid topology. For example പറയുകയാണെങ്കിൽ, if there exists an ring topology in one branch of ICICI Bank and bus topology in another branch of ICICI Bank, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, connecting these two topologies will result in hybrid topology. ഓക്കെ, അതായത് രണ്ടും ഡിഫറെൻ്റ് ആയുള്ള ടോപ്പോളജിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ഹൈബ്രിഡ് ടോപ്പോളജി ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് റിലയബിൾ ആണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഫോൾട്ട് സംഭവിച്ചെങ്കിൽ പോലും അത് എന്ത് ചെയ്യുന്നില്ല, അതായത് ബാക്കി വരുന്ന നെറ്റ്വർക്ക് അതിൻ്റെ ഫങ്ഷൻ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സ്കെയിലബിൾ, size of the network can be easily expanded by adding new devices without affecting the functionality of the existing network. ഫ്ലെക്സിബിൾ ആണ്. അതായത് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇഫക്റ്റീവ്, hybrid topology is very effective as it can be designed in such a way that the strength of the network is maximized and weakness of the network is minimized. ഇനി നെക്സ്റ്റ് വരുന്ന ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹൈബ്രിഡ് ടോപ്പോളജി ആണ്. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് ടോപ്പോളജിയുടെ മേജർ ആയുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ദി ഹൈബ്രിഡ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, അതതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയുള്ള ഒരു കാര്യമാണ്. കാരണം ഡിഫറെൻറ്റ് ടോപ്പോളജീസ് കമ്പൈൻ ചെയ്ത് വരികയല്ലേ. ഇനി വരുന്നത് കോസ്റ്റ്ലി ഹബ്ബാണ്. അതായത് മറ്റ് ടോപ്പോളജിയിൽ യൂസ് ചെയ്യുന്ന ഹബിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയുള്ള ഹബ്ബാണ് ഇവിടെ വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ, ദി ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഈസ് വെരി ഹൈ. കാരണം എന്താ, ഇവിടെ ലോട്ട്സ് ഓഫ് കേബിളിംഗ് നെറ്റ്വർക്ക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പോർഷൻ നന്നായിട്ട് പഠിക്കുക. ടോപ്പോളജി ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ടോപ്പിക് തന്നെയാണ്. നമ്മളത് മാക്സിമം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. തിയറീസ് നന്നായിട്ട് ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.